ലൂണ ലൂണ നോ പെപ്ര പെപ്ര ലൂണ തന്നെ ലൂണ എന്തുകൊണ്ട് ലൂണ പെപ്ര ഇന്ന് കോടി പെപ്ര ഇന്ന് എന്താ കോടി പെപ്ര എന്ന് പറയാൻ കാരണം ഉണ്ടോ റീസൺ ഉണ്ടോ പെപ്രൻ്റെ അത്ര നല്ല റണ്ണിങ്ങും നല്ല സ്പീഡും നല്ല പ്ലെയർ ആണ് ഫിനിഷിംഗ് ഉണ്ട് ലൂണ ഇട്രാൻ ലൂണ ലൂണ എനിക്ക് നോവ ഇഷ്ടപ്പെട്ടെ എനിക്ക് നോവ ജിമിനസ് ആണ് എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം ഫേവറേറ്റ് പ്ലെയർ എന്ന് പറയുമ്പോൾ ജിമിനസ് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാ ക്ലിനിക്കൽ ഫിനിഷ് കാരണമാണ്. പുള്ളിയുടെ റണ്ണും ഇതെല്ലാം ഇഷ്ടമാണ്. ക്ലിനിക്കൽ ഫിനിഷറാണ് നമുക്ക് ആവശ്യം, അത് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളെ മിഡിൽ നിന്നുള്ള പാസ്സാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതും കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസ് എ ഒരു ക്ലിനിക്കൽ ഫിനിഷറായിട്ട് ജിമിനസ് ഓക്കെയാണ്. ഇപ്പോൾ നോഹ ലൂണ പെപ്ര ജിംനസ് ഇവരൊരാളെ നമ്മൾ റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആരെ ചെയ്യണം? ഇപ്പോഴും ഞാൻ സ്റ്റിൽ പറയണത് ലൂണ ആയിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പൊസിഷനിലല്ല ഇപ്പോൾ പുള്ളി കളിക്കുന്നത്. ഇപ്പോൾ കുറച്ചും കൂടെ അറ്റാക്കിങ് വരുന്ന സമയത്ത് ലൂണയുടെ പൊസിഷൻ ഫ്രീ ആയിട്ടുള്ളത് ബോള് ഫോർവേഡ് കൊടുക്കാനായിട്ടുള്ള കെൽപ്പ് ഇപ്പോഴും ലൂണയ്ക്കുണ്ട്. മേ ബി അത് കളികൾ കാണാൻ ഇനി. സോ കൂടുതൽ ആളുകളും ഇഷ്ടപ്പെടുന്ന താരം നോഹയും ലൂണയും ഒക്കെയാണ്. ഞാൻ കളി കണ്ടിടത്തോളം നോഹയെ പോലുള്ള ഒരു പ്ലെയർ നമ്മുടെ ടീമിൽ അത്യാവശ്യമാണ്. കാരണം ഫസ്റ്റ് 11 തന്നെ ഇറക്കണമെന്നില്ല, പക്ഷേ സെക്കൻഡ് ഹാഫിലാണെങ്കിൽ പോലും ടീം ഒരു തോറ്റി നിൽക്കുന്ന അവസ്ഥയിലൊക്കെ എതിർ ടീമിലെ പ്ലേയേഴ്സ് ഒന്ന് ഒരു ടയർഡായി നിൽക്കുന്ന സമയത്ത് നോഹയെ പോലൊരു പ്ലെയർ വിങ്ങിലുണ്ടെങ്കിൽ നമുക്കത് നല്ലൊരു ആയുധമായി ഉപയോഗിക്കാവുന്നത് തന്നെയാണ്. കഴിഞ്ഞ മാച്ചിൽ നമ്മളത് കണ്ടു. പക്ഷേ മോഹൻ ബഗാനായിട്ടുള്ള മാച്ചിൽ നമുക്ക് നോഹ അവൈലബിൾ അല്ലായിരുന്നു. ലൂണയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, ഇത്രയും സീസണായിട്ട് ടീമിന് വേണ്ടി അത്രയും 100% കൊടുക്കുന്ന താരമാണ്. ഈ ഒരു സീസണിൽ ഗോളുകൾ ഇല്ലെങ്കിൽ പോലും ഒട്ടനവധി അസിസ്റ്റുകളുണ്ട്, നല്ല കീ പാസസ് ഉണ്ട്. സോ ലൂണയും ആൾക്കാർ എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ലൂണയും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസും തമ്മിൽ അങ്ങനെ ഒരു വൈകാരികമായിട്ടുള്ളൊരു ആത്മബന്ധം ലൂണ വന്ന സീസൺ മുതലുണ്ട്. അതേപോലെ ജീസസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജീസസ് എന്താ പറയുക, അത്രയ്ക്ക് നല്ല ഒരു മിഡ്ഫീൽഡ് നിരയൊന്നും ഇല്ലെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിലെ ടോപ്പ് സ്കോററാണ്. പെപ്രയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പെപ്ര എന്താ പറയുക, നല്ല ഒരു ബോഡി വെച്ച് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഒരുപാട് ഗോളുകൾ നേടിയിട്ടുണ്ട്. കുറച്ച് സീസണുകളായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ ഉണ്ട്. നമുക്ക് എന്താ പറയുക, അങ്ങനെ വെറുതെ വിട്ട് കളയാൻ പറ്റിയ ഒരു രീതിയിലുള്ള ഒരു പ്ലെയർ ഒന്നല്ല, നല്ല ക്വാളിറ്റി ഉള്ള പ്ലെയർ തന്നെയാണ്. പിന്നുള്ളത് മിലോസ് ആണ്. മിലോസ് നല്ലൊരു ഹൈറ്റുള്ള ഡിഫൻഡറാണ്. നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജ് യൂസ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. എതിർ ടീമാണെങ്കിൽ പോലും ക്രോസുകളിലൂടെ മറ്റും നമുക്കെതിരെ ഗോൾ അടിക്കുന്നുണ്ട്. പക്ഷേ അപ്പം ആ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മിലോസിന്റെ ഹൈറ്റ് ആണ്. പക്ഷെ അത് നല്ല രീതിയിൽ നമുക്ക് ഇതുവരെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നുള്ളത് ലെഗറ്റോറാണ്. ലെഗറ്റോസ് ഈ ഒരു സീസണിൽ വന്നിട്ടേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ വന്നിട്ടേ ഉള്ളൂ. നമുക്ക് ഒരു വിലയിരുത്താനുള്ള ഒരു അവസരമൊന്നും ആയിട്ടില്ല. സോ ഏതായാലും നമുക്ക് നോക്കാം ഈ നിലവിൽ ഏതൊക്കെ പ്ലേയേഴ്സിനെ നമ്മൾ നിലനിർത്തും. ഇനിയിപ്പോൾ ഒരു പ്ലേ ഓഫ് സാധ്യത ഒക്കെ വളരെ വിദൂരമാണ്. എന്നിരുന്നാൽ പോലും ഒരു ട്രൈക്കുള്ള ഒരു അവസരം ഇപ്പോഴും മുന്നിലുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട പ്ലേയേഴ്സിൻ്റെ ഇനി അങ്ങോട്ടുള്ള പെർഫോമൻസും അവരെ ബ്ലാസ്റ്റേഴ്സ് കീപ്പ് ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം.